بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, സഹോദരന്മാരെ, നാം വിശുദ്ധ മൗലിദുൽ ഹുസ്നൈനിയുടെ വാരാന്ത പഠനവേദിയിലാണ് ഉള്ളത്. 9ാമത്തെ ഹിസ്ബ് തീരാൻ പോവുകയാണ്. 9ാമത്തെ ഹിസ്ബിന്റെ അവസാന ഭാഗത്താണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സംസാരിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണെങ്കിലും ആ റബീഉൽ അവ്വലിൽ ഏത് രാത്രിയാണ് ജനിച്ചത് എന്നുള്ള ചർച്ച, അത് 12-നാണ് എന്നാണ് നാം പ്രബലമായി പറഞ്ഞത്. ആ അഭിപ്രായത്തോട് അടുത്ത അഭിപ്രായമാണ് 7, 8, 9 എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ എന്നൊക്കെ നാം വിശദീകരിച്ചു. ഇനി പറയാൻ പോകുന്നത് ഖഖ്തിലാഫിഹിം ഫീ ഉഖ്തിഹാ ലൈലത്തുൽ ഖദ്രി ദാത്തിൽ ഐമാൻ ഫഹുമാ ഫിൽ ഫദ്ലി വസ്തിജാബത്തി ദുആഇ വനുസൂലി റഹ്മത്തി ശിബ്ഹാൻ ഫഹുഖ ലഹുമൽ ഖിലാഫു ലിതകൂനാ ലയാലിയ അശ്ശഹ്റൈനി തുർജയാൻ. ഇനി റബീഉൽ അവ്വൽ മാസം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ഉൾക്കൊള്ളുന്ന ആ രാത്രി, ആ രാപ്പകലുകൾ ഏതാണെന്നതിൽ ധാരാളം അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പല അഭിപ്രായങ്ങളും അതിൽ വരാന് വല്ല യുക്തിയും ഹിക്മത്തും അതിലുണ്ടോ? ഉണ്ട്. ആ ഹിക്മത്താണ് ഇനി സൂചിപ്പിക്കാൻ പോകുന്നത്. നമുക്കറിയാം, മാസങ്ങളിൽ വളരെ പവിത്രമേറിയ ഒരു മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രിയാണ്, അല്ലെങ്കിൽ രാത്രിയും അതിനോട് തുടർന്ന് വരുന്ന പകലുമാണ് ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്റിന്റെ പകലും ആ ലൈലത്തുൽ ഖദ്റാകുന്ന പവിത്രമായ രാത്രി എന്നാണ്? വളരെ പുണ്യമേറിയ ഒരു രാത്രിയാണല്ലോ ആ രാത്രി. അത് എന്നാ? അത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിഞ്ഞിട്ട് പോലും അത് മുത്തുനബി പറഞ്ഞു കൊടുത്തോ? അല്ലെങ്കിൽ അള്ളാഹുവിന് എന്തായാലും അറിയാലോ. ഈ ഉമ്മത്തിന് ആവശ്യമുള്ളതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്ർ ഏറ്റവും പുണ്യമുള്ള ഒരു രാത്രിയായിട്ട് റമദാനിലെ ആ രാത്രിനെ പറ്റി ഇന്ന രാത്രിയാണെന്ന് വ്യക്തമായി പറഞ്ഞു തരാതെ അല്ലാഹു റസൂലും അങ്ങനെ ഒരു രീതി സ്വീകരിച്ചത്? അതിലെന്താ യുക്തി? അതിൽ വലിയ യുക്തിയുണ്ട്. അതേ യുക്തി തന്നെയാണ് റബീഉൽ അവ്വലിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതരായ ആ രാത്രിയും പകലും അതിനെക്കുറിച്ച് 100% ഉറപ്പിക്കാൻ നമുക്ക് പറ്റാതിരിക്കുന്നതിലുള്ള യുക്തിയും. അതായത് ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രി, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസം
ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ സ്ഥാനമുണ്ട് അന്ന് ഉള്ള ഇബാദത്തിന്. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 1000 മാസം സുബ്ഹാനല്ലാഹ് പറഞ്ഞ കൂലിയുണ്ട് എന്ന്. അതുപോലെ ആ രാത്രി അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. ആ രാത്രി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അന്ന് വലിയ കുറ്റവുമുണ്ട്. മറ്റു ദിവസങ്ങളിൽ തെറ്റു ചെയ്യുന്നത് പോലെയല്ല അന്ന് തെറ്റ് ചെയ്യുന്നത്, വലിയ കുറ്റമുണ്ട്. അത് അറിഞ്ഞുകൊണ്ടാവുമ്പോൾ ലൈലത്തുൽ ഖദ്ർ ഇന്ന രാത്രിയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ആ തെറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കുറ്റം കൂടുതൽ വർദ്ധിക്കുന്നത്. അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ തെറ്റിൻ്റെ ഗൗരവവും ആ തെറ്റിൻ്റെ ജീർണതയും വർദ്ധിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആകാശലോകം അള്ളാഹുവിൻ്റെ മലക്കുകളുടെ മലക്കൂത്ത് എന്ന് പേര് പറയുന്ന മലക്കുകളുടെ വാസസ്ഥലമാണ് ആകാശലോകം. ആകാശത്തിപ്പോൾ ആരും അള്ളാഹുവിന് തെറ്റ് ചെയ്യുന്നവര്, ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവരില്ല ഇപ്പോൾ. എന്നിട്ട് പോലും ആ ആകാശത്തേക്കാൾ സ്ഥാനം ഭൂമിക്കാണ്. എന്താണ് കാരണം? ഭൂമിയിലാണെങ്കിൽ ഇപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന വിശ്വാസികളും അവിശ്വാസികൾ വേറെയും എപ്പോഴുമുണ്ട്. എന്നിട്ട് ആകാശത്തേക്കാൾ ഭൂമിക്ക് പുണ്യം വന്നു. അത് ആകാശത്ത് ഒരു വലിയ തെറ്റ് ആകാശത്ത് വെച്ച് നടന്നിട്ടുണ്ട്. ആ തെറ്റിന്റെ ജീർണത ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതേതാ? ലോകത്ത് ആദ്യമായി തെറ്റ് സംഭവിക്കുന്നത് ഇബ്ലീസുൽ ലഈൻ, അള്ളാഹുവിനെ കുറിച്ച് നല്ല അറിവുള്ള മഅരിഫത്തുള്ള മലക്കുകളെക്കാളൊക്കെ അള്ളാഹിനെ പറ്റിയും റസൂലിനെ പറ്റിയും നല്ല വിവരമുള്ള ആളാണ് ഇബ്ലീസുൽ ലഈൻ. മലക്കുകളൊക്കെ ഗുരുവായിരുന്നു. ആ ഇബ്ലീസുൽ ലഈനിനോട് അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചുകൊണ്ടുന്ന സുജൂദ് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ അതിനോട് വൈമുഖ്യം കാണിച്ചവനാണ് ഇബ്ലീസ്. ആ സുജൂദ് ചെയ്യാൻ അവൻ അഹന്ത കാണിച്ചു. അവൻ്റെ ഈഗോ കാരണമായി അവൻ ധിക്കരിച്ചു. അപ്പോൾ അതാണ് ഏറ്റവും വലിയ തെറ്റ്. അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത തെറ്റാണ്. അള്ളാഹുവിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് ഈഗോ. ഞാൻ എന്നുള്ള വിചാരം അത് അള്ളാഹുവിൻ്റെതാണ്. ഞാനാണ് വലിയവൻ എന്നുള്ള വിചാരം അത് അള്ളാഹുവിൻ്റെതാണ്. അത് മറ്റുള്ളവർ അള്ളാഹുവിനോട് അവിഷയത്തിൽ അള്ളാഹുവിനോട് മറ്റാരെങ്കിലും മത്സരിച്ചാൽ അല്ല പറയുന്നത് അവനെ ഞാൻ നരകം കൊണ്ട് കരിച്ചു കളയും. അപ്പൊ ഇബ്ലീസുൽ ലഈന് അള്ളാഹിനെ പറ്റി അറിഞ്ഞിട്ട് പോലും, തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അവന് ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥലമായിരുന്ന ആകാശത്ത് വെച്ച് അവന് തെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, പിന്നെ ഈ ഭൂമിയിൽ വരുന്ന എല്ലാ കുറ്റവാളികളുടെയും അവിശ്വാസികളുടെയും അവിശ്വാസത്തിനും വൃത്തിഹീനതകൾക്കും അതിൻ്റെയൊക്കെ അടിത്തറ പാകിയത്, അതിൻ്റെയൊക്കെ ഗുരുവായി മാറിയത്, അതിനൊക്കെ പ്രേരകമായി മാറിയത് ഇബ്ലീസുൽ ലഈന. അപ്പൊ അവന്റെ തെറ്റാണ് മറ്റുള്ള മുഴുവൻ തെറ്റുകൾക്കും ഹേതു. അതുകൊണ്ട് അവന്റെ ആകാശത്ത് വെച്ച് ചെയ്ത തെറ്റ് ഒന്നാണെങ്കിലും അത് ചെറുതല്ല. ആ തെറ്റിന്റെ തുടർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളും. അതുകൊണ്ട് ആകാശം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തപ്പോൾ ആകാശം ബേക്കിലായി പോയി. ആകാശത്തേക്കാൾ സ്ഥാനം ഭൂമിക്കുണ്ടായി. വേറെയും കാരണങ്ങളുണ്ട് ഭൂമിക്ക് ആകാശത്തേക്കാൾ സ്ഥാനമുണ്ടാവാൻ. അത് ഇൻഷാ അല്ലാഹ് മൗലിദുൽ ഹുസ്നൈനിൽ മറ്റൊരു ഭാഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് പറയുന്നില്ല. എന്നതുപോലെ റമദാനിലെ ലൈലത്തുൽ ഖദ്ർ ഇന്ന രാത്രിയാണെന്ന് മുത്തനബി പറഞ്ഞു തരികയും ഒരു മനുഷ്യനിക്ക് അത് അറിഞ്ഞതിന് ശേഷം ആ ഒരു മനുഷ്യൻ അന്നത്തെ അവൻ്റെ മോശമായ ചില ചിന്തകൾ കാരണമായി
അവൻ്റെ മോശമായ ചില സാഹചര്യങ്ങൾ കാരണമായി അവൻ അന്ന് തെറ്റ് ചെയ്യുകയും ചെയ്താൽ ഒരു പക്ഷേ ആ തെറ്റ് അവന് സൂഉൽ ഖാത്തിമ ഉണ്ടാവാൻ, അവന് കാഫിറായി, അവിശ്വാസിയായി, ദൈവനിഷേധിയായി ചത്തുപോവാൻ വരെ കാരണമാകുന്ന വിധം വലിയ ഗൗരവമുള്ള തെറ്റായി അല്ലാഹു തആല പരിഗണിക്കാൻ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് ലൈലത്തുൽ ഖദർ എന്നാണെന്ന് പറഞ്ഞു തരാതിരിക്കലാണ് ഏറ്റവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യം. മാത്രമല്ല മറ്റൊരു കാര്യവുമുണ്ട്. ലൈലത്തുൽ ഖദർ എന്നാണെന്ന്, ലൈലത്തുൽ ഖദറിന് വലിയ പുണ്യമുണ്ട് എന്ന് ഹദീസിലും ഖുർആനിലും പറഞ്ഞിരിക്കെ മുഅ്മിനീങ്ങൾ അത് കേൾക്കുമ്പോൾ ആ പുണ്യം കിട്ടാൻ വേണ്ടി ലൈലത്തുൽ ഖദർ ഇന്ന രാത്രി 27-ന് തന്നെയാണ്, അല്ലെങ്കിൽ 21-നാണ്, അല്ലെങ്കിൽ 29-നാണ്, ഇങ്ങനെ മുത്തനബി പറഞ്ഞു തന്നാൽ പിന്നെ ആ ഒരു രാത്രി മാത്രമായിരിക്കും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ടുള്ള, ലൈലത്തുൽ ഖദറിന്റെ പരിഗണന കൊടുത്തിട്ടുള്ള ഇബാദത്ത് ഉണ്ടാവുക. മറ്റുള്ള രാത്രികൾ അത്ര ഇബാദത്ത് ഉണ്ടാവില്ല അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ 27-ാം രാവിന് പണ്ട് എവിടെയോ പിന്നെ എഴുതി വെച്ചത് കൊണ്ട് അന്ന് തന്നെയാണ് 27 രാവിലെ തന്നെയാണ് ലൈലത്തുൽ ഖദർ എന്ന് ഉറപ്പിച്ചിട്ട് നമ്മൾ ഇബാദത്ത് അന്ന് മാത്രം ആയി ചുരുങ്ങുകയാണ്. മറ്റുള്ള രാത്രി നമ്മൾ ഇബാദത്തിനില്ല. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? ലൈലത്തുൽ ഖദർ ഇന്ന ഒരു പ്രത്യേക രാത്രിയാണ് എന്ന് റസൂലുള്ളാഹി വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള റമദാനിലെ മറ്റ് 29 അല്ലെങ്കിൽ 28 രാത്രിയും പരിഗണിക്കാതെ പോവും, ഇബാദത്തുകൾ കുറഞ്ഞു പോവും. നേരെ മറിച്ച് റമദാൻ 1-ാം രാത്രി മുതൽ അവസാന രാത്രി വരെ ഏത് രാത്രിയുമാവാൻ സാധ്യതയുണ്ട് എന്നാണ് മഹാന്മാര് ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞത്. 40 അഭിപ്രായമാണ് ലൈലത്തുൽ ഖദറിനെ പറ്റിയുള്ളത്. 40 അഭിപ്രായം. ആ 40 അഭിപ്രായത്തിൽ നിന്ന് ചില അഭിപ്രായം ലൈലത്തുൽ ഖദർ റമദാനിൽ തന്നെ അല്ല. പക്ഷേ ആ അഭിപ്രായം ശരിയല്ല. ലൈലത്തുൽ ഖദർ റമദാനിലാണ് എന്നാണ് പ്രബലം. റമദാനിലാണ്. റമദാനിൽ എവിടെ എന്നുള്ളതിൽ ധാരാളം അഭിപ്രായങ്ങളുണ്ട്. എന്താ അതിലുള്ള തന്ത്രം? അത് റമദാനിന്റെ എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദർ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് പരിഗണിക്കണം. മറ്റൊന്ന്, തെറ്റുകൾ റമദാനിന്റെ ഒരു രാത്രിയും പകലും ചെയ്തുകൂടാ, ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുണ്ട് എന്നതുപോലെ വിശുദ്ധ റബീഉൽ അവ്വലിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രി ചില്ലറ രാത്രിയല്ല. ആ രാത്രിക്കും പകലിനും വലിയ പുണ്യമുണ്ട്. മാത്രമല്ല ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറഞ്ഞത് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യം റബീഉൽ അവ്വലിലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാപ്പകലിനുണ്ട് എന്ന്. അത് ഇൻഷാ അല്ലാഹ് മൗലിദുൽ ഹുസ്നൈനിന്റെ മറ്റൊരു ഭാഗത്ത് വിശദമായി രേഖാമൂലം നാം വിശദീകരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അത് പറയുന്നില്ല. കഖ്തിലാഫിഹിം, റബീഉൽ അവ്വൽ നബി തങ്ങൾ ജനിച്ച രാത്രിയിലുള്ള തർക്കങ്ങൾ ഏതുപോലെയാണ്? കഖ്തിലാഫിഹിം ഫീ ഉഖ്തിഹാ, ലൈലത്തുൽ മൗലിദിന്റെ അതേ രാത്രിയായ, അതിനോട് തുല്യമായ രാത്രിയായ ലൈലത്തുൽ ഖദ്ർ, ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലും ഇതുപോലെ പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളെ പോലെയാണ് റബീഉൽ അവ്വലിന്റെ ലൈലത്തുൽ മൗലിദ്, നബി തങ്ങളുടെ ജന്മദിന രാത്രി. ആ രാത്രിയെക്കുറിച്ചും പല അഭിപ്രായങ്ങൾ വന്നത്. ദാത്തിൽ ഐമാൻ, ബറകാത്തുകൾ ഉള്ള രാത്രിയാണല്ലോ ലൈലത്തുൽ ഖദ്ർ. അതുപോലെ ലൈലത്തുൽ മൗലിദും, ആ രണ്ട് രാത്രിയും പല അഭിപ്രായങ്ങൾ, ഏതാണ് ആ രാത്രി എന്നുള്ളതിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാവൽ നല്ലത് തന്നെ. ഫഹുമ, ഈ ലൈലത്തുൽ മൗലിദും ലൈലത്തുൽ ഖദ്റും, മുത്തുനബി ജനിച്ച രാത്രിയും ഖുർആൻ ഇറങ്ങിയ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ രാത്രിയും, ഫിൽ ഫദ്ലി, സ്ഥാന മഹിമകളിൽ, വസ്തിജാബത്തി ദുആഇ, അല്ലാഹു തആല ദുആക്ക് ഉത്തരം ചെയ്യുമെന്നുള്ള പ്രത്യേകതയിലും, വനുസൂലിർ റഹ്മത്തി ശിബ്ഹാൻ, അല്ലാഹുവിന്റെ സ്പെഷ്യലായ റഹ്മത്ത് ഇറങ്ങുന്ന രാത്രിയാണ് ലൈലത്തുൽ മൗലിദ്, മുത്തുനബി ജനിച്ച രാത്രി.
അതുപോലെ ലൈലത്തുൽ ഖദ്ർ, ഈ 2 രാത്രിയും പ്രത്യേകം സ്പെഷ്യലായിട്ടുള്ള റഹ്മത്ത് ഇറങ്ങുന്നുണ്ട്. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ തുടങ്ങിയത് മുതൽ ലോകാന്ത്യം ഉൾപ്പെടെ സ്വർഗാവകാശികള് സ്വർഗത്തിലേക്ക് പോയതിന് ശേഷവും അനുസ്യൂതം റഹ്മത്തിനെ വിതരണം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ഏക വ്യക്തിയാണ്, ഏക സൃഷ്ടിയാണ് ഖാസിമുൻ നിഅമായ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പേര് ലഭിച്ച സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്ത് വിതരണം ചെയ്യുന്നത് ജനിച്ചതിൻ്റെ ശേഷം മാത്രമല്ല, ഭൂമിയിൽ വരുന്നതിൻ്റെ മുമ്പ്, ആകാശഗോളങ്ങളെ പടക്കുന്നതിന് മുമ്പ്, അർശിനെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആവശ്യമുള്ള പല സൃഷ്ടികളെയും അർശിന് മുമ്പ് അള്ളാഹു തആല പടച്ചിട്ടുണ്ട്. അന്ന് ഏതൊക്കെ സൃഷ്ടി റസൂലുള്ളാഹി അല്ലാത്ത ഏത് സൃഷ്ടിയുണ്ടോ അവർക്കൊക്കെ റഹ്മത്ത് വിതരണം ചെയ്തത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റഹ്മത്തുൽ ലിൽ ആലമീൻ സാക്ഷാൽ റഹ്മത്ത്, പരമമായ റഹ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തിന്റെ ബാങ്കാണ്, ഇലാഹിയായ റഹ്മത്തിന്റെ ബാങ്കാണ്, ദിവ്യ റഹ്മത്തിന്റെ ബാങ്കാണ്, മഹാബാങ്കാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബാങ്ക് തുറന്നത്, ഉദ്ഘാടനം ചെയ്തത്, ഭൂമിവാസികൾക്ക് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തത് അത് റബീഉൽ അവ്വലിൽ മുത്തുനബി ജനിച്ച ആ രാത്രിയാണ്. അതുകൊണ്ട് ആ രാത്രി റഹ്മത്തുണ്ട്, ആ രാത്രി റഹ്മത്ത് ഇറങ്ങുന്നുണ്ടെന്നതിൽ സംശയം വേണ്ട. അന്ന് ദുആക്ക് ഉത്തരമുണ്ട്, അന്ന് ആ രാത്രിക്ക് വലിയ പുണ്യമുണ്ട്. ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആനിലുണ്ടോ എന്നാ ചിലർക്ക് ചോദ്യം. ലൈലത്തുൽ മൗലിദിന് വലിയ സ്ഥാനമുണ്ടെന്ന് വിശുദ്ധ ഖുർആനിലുണ്ടോ എന്നാ ചിലരുടെ ചോദ്യം. ആരിഫീങ്ങളും അഇമ്മത്ത് പണ്ഡിതന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ സ്ഥാനമുണ്ട് എന്ന്. ഇനി ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ എന്നുള്ള ചോദ്യം ഇൻഷാ അല്ലാഹ് ചോദ്യത്തിലേക്ക് നമുക്ക് ആധികാരികമായി വിശദമായി അടുത്ത ഹിസ്ബിൽ മറുപടി പറയാം. ഇപ്പോൾ അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഷിബ്ഹാൻ ലൈലത്തുൽ മൗലിദും ലൈലത്തുൽ ഖദറും 2 രാത്രികളും അല്ലെങ്കിൽ 2 ദിനരാത്രങ്ങള് ഈ പരസ്പരം തുല്യമായ രാത്രികളാണ്. ഷിബ്ഹാണ്, തുല്യമായ രാത്രികളാണ്. എന്ത് വിഷയത്തിലാണ് തുല്യത? സ്ഥാനമഹിമ 2നുമുണ്ട്, ദുആക്ക് ഉത്തരം 2ലുമുണ്ട്, റഹ്മത്ത് ഇറങ്ങൽ 2ലുമുണ്ട്. അതുകൊണ്ട് ഫഹുഖലഹുമൽ ഖിലാഫ്, ആ 2 രാത്രിക്കും അതിൽ തർക്കമുണ്ടായിരിക്കൽ പണ്ഡിതന്മാർക്ക് ആ വിഷയം, ആ രാത്രി എന്നാണ്, ആ സമയം എന്നാണെന്നതിൽ തർക്കമുണ്ടായേ പറ്റൂ. തർക്കമുണ്ടായിരിക്കൽ ആ 2 രാത്രികളുടെയും അവകാശങ്ങളിൽ പെട്ടതാണ്. ആ 2 രാത്രിക്ക് എന്നാണ് ആ രാത്രി എന്നതിൽ തർക്കമുണ്ടാവൽ ആ രാത്രിക്കുള്ളൊരു അവകാശപ്പെടുത്തപ്പെട്ടത്. എന്തിനാ? എന്നാൽ ആ രാത്രിക്ക് ആ 2 രാത്രികൾ അർഹിക്കുന്ന വിധത്തിൽ ബഹുമാനം ലഭിക്കും. അതുകൊണ്ട് ആ രാത്രിയിൽ ഏതാണെന്നതിൽ തർക്കമുണ്ടായി. ലിതകൂന ലയാലിയ ശഹറൈനി തുർജയാൻ, എന്താ അതിൽ തർക്കമുണ്ടാവൽ അവകാശപ്പെട്ടതാണെന്ന് പറയാൻ കാരണം ലിതകൂന ലയാലിയ ശഹറൈൻ, 2 മാസങ്ങൾ റമളാനി റബീഉൽ അവ്വൽ, ഈ 2 മാസങ്ങളിലും മുഴുക്കെ, ആ 2 മാസം മുഴുവനും റമളാൻ മുഴുക്കയും റബീഉൽ അവ്വൽ മുഴുക്കയും ലൈലത്തുൽ ഖദ്ർ റമളാനിലും ലൈലത്തുൽ മൗലിദ് റബീഉൽ അവ്വലിലും മാസത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ തുർജയാൻ പ്രതീക്ഷിക്കപ്പെടാൻ വേണ്ടി, ആ പ്രതീക്ഷയിൽ ആരാധിക്കപ്പെടാൻ വേണ്ടി, ആ പ്രതീക്ഷയിൽ അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത ദുസ്വഭാവങ്ങൾ വർജിക്കാൻ വേണ്ടി. ഫശഹറാൻ, അതുകൊണ്ട് റമളാൻ മാസവും റബീഉൽ അവ്വലും ബികസറത്തിൽ ഖുറബി, അല്ലാഹുവിന് ഇഷ്ടമുള്ള ഖുർബത്തുകള്, അല്ലാഹുവിലേക്ക് അടുക്കാൻ കാരണമാകുന്ന തഖറുബാത്ത്,
ആരാധനകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് 2 മാസത്തെയും ബഹുമാനിക്കപ്പെടണം. ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന റമദാനിനെയും ലൈലത്തുൽ മൗലിദ് ഉൾക്കൊള്ളുന്ന റബീഉൽ അവ്വലിനെയും 2 മാസം ബികസ്റത്തുൽ ഖുറബ് അല്ലാഹുവിന് ഇഷ്ടമുള്ള ആരാധനകൾ വർദ്ധിപ്പിക്കൽ കൊണ്ട് വതർക്കിൽ ഹുവബ് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത തെറ്റുകൾ ഉപേക്ഷിക്കൽ കൊണ്ടും യുഅല്ലമാൻ 2 മാസത്തെയും ബഹുമാനിക്കപ്പെടണം. അതല്ലേ ഫതുഹുൽ മുഈനിൽ പറഞ്ഞത്, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഗീബത്ത്, നമീമത്ത്, കളവ് പോലോത്ത എല്ലാ തെറ്റുകളും റമദാനിൽ എല്ലാ തെറ്റുകളും ഉപേക്ഷിക്കല് നിർബന്ധമാണെങ്കിലും റമദാനിനെ ബഹുമാനിക്കുക എന്നുള്ള നിലക്ക് ബഹുമാനിച്ചുകൊണ്ട് ഒഴിവാക്കല് സുന്നത്തുമാണ്. അത് പറഞ്ഞപ്പോൾ ആലിമീങ്ങൾ പറഞ്ഞു, ഇതുപോലെ തന്നെ റബീഉൽ അവ്വലിലും അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത തെറ്റുകൾ ഉപേക്ഷിക്കൽ നിർബന്ധമാണെങ്കിലും റബീഉൽ അവ്വലിനെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ ഉപേക്ഷിക്കൽ സുന്നത്താണ് എന്ന്. വൽ ഖിലാഫു ഫീ ശഹരിൽ ലൈലത്തൈനി ളഅഫാൻ. എന്നാൽ നമ്മൾ പറഞ്ഞത് എന്താ, ആ രാത്രി ഏത് ആ പകൽ ഏത് എന്നതിൽ തർക്കമുണ്ട് എന്ന പ്രബലം തർക്കമുണ്ട് എന്നും ആ തർക്കത്തിൽ കാര്യവും യുക്തിയും ഹിക്മത്തും തന്ത്രവുമുണ്ട് എന്നാണ് നാം പറഞ്ഞത്. എന്നാൽ ആ മാസം ഏത് എന്നതിലും തർക്കമുണ്ട്. മാസം ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്ന മാസം ഏത്, റമദാൻ ആണോ അല്ലയോ എന്നതിൽ ചെറിയൊരു തർക്കമുണ്ട്. ലൈലത്തുൽ മൗലിദ് ഉൾക്കൊള്ളുന്ന മാസം ഏത് എന്നതിലും ചെറിയൊരു തർക്കമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ ആ 2 തർക്കവും പരിഗണനീയമായ തർക്കമല്ല, പരിഗണിക്കപ്പെടേണ്ട അഭിപ്രായങ്ങളല്ല. വൽ ഖിലാഫു ഫീ ശഹരിൽ ലൈലത്തൈനി 2 രാത്രിയും ഉൾക്കൊള്ളുന്ന മാസമേത് എന്നതിലുള്ള തർക്കം ളഅഫാൻ അത് ബലഹീനമായ അഭിപ്രായമാണ്, വളരെ ബലഹീനമായ അഭിപ്രായമാണ്. ളഅഫാൻ എന്ന് പറഞ്ഞാൽ വളരെ ബലഹീനമായ അഭിപ്രായം, അപ്രബലം എന്നല്ല. അപ്രബലം എന്നുള്ളതിന് അറബിയിൽ ദഈഫ് എന്നാ പറയാം. ളഅഫാൻ എന്ന് പറഞ്ഞാൽ ബലഹീനം എന്ന് പറഞ്ഞാൽ വളരെ ബലം കുറഞ്ഞ അഭിപ്രായം. ഫന്നിസാഉ ഫിൽ യൗമി ഖൈറുൻ, അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഫന്നിസാഉ ഫിൽ യൗമി ഖൈറുൻ, ആ ദിനരാത്രങ്ങളെ കുറിച്ചുള്ള തർക്കം നമുക്ക് ഖൈറാണ്. ദിനരാത്രങ്ങളെ കുറിച്ചുള്ള തർക്കം എന്നാണ് എന്നതിലുള്ള തർക്കം അത് നമുക്ക് ഖൈറാ. ലൈലത്തുൽ ഖദ്ർ എന്നാന്നുള്ള തർക്കം നമുക്ക് ഖൈറാ. ലൈലത്തുൽ മൗലിദ് എന്നാന്നുള്ള തർക്കം നമുക്ക് ഖൈറാ. ലൈലത്തുൽ മൗലിദ് റബീഉൽ അവ്വൽ 12-നാണ് 100% ഉറപ്പാണെങ്കിൽ അന്നേക്കാലം ചിലപ്പോൾ ഒരു മുസ്ലിം മൊബൈലെടുത്ത് ആ മൊബൈലിൽ നോക്കുമ്പോൾ ഒരു നമ്പർ കണ്ടു, ആ നമ്പറിൽ വിളിച്ചപ്പോൾ ആ നമ്പർ പോകുന്നത് ഒരു കള്ളൻ ഷാപ്പൊക്കെ. ആ നമ്പറിൽ വിളിച്ചിട്ട് അവൻ അന്ന് തന്നെ കള്ളു പിടിച്ച്. റസൂലുള്ളാഹി ജനിച്ച രാത്രിയാണ്. റസൂലുള്ളാഹിനോട് മഹബത്ത് പ്രകടിപ്പിച്ച് റസൂലുള്ളാഹിയുടെ സുന്നത്ത് പരിഗണിക്കേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രാത്രിയാണ്. ആ രാത്രിയാണ് ഒരു മുസ്ലിം കള്ളു കുടിച്ച്, ആ കള്ളു കുടിച്ചതിന് ശേഷം പിന്നെ അവൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അവന് യാതൊരു അറിവുമില്ല. വലിയ വലിയ പാപങ്ങൾ അതിന് ശേഷം അവൻ ചെയ്യുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാ? റബീഉൽ അവ്വലിലാണ് ഉറപ്പിട്ട്, റബീഉൽ അവ്വലിൽ 12 ഉറപ്പിട്ട് അങ്ങനെ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് ഫന്നിസാഉ ഫിൽ യൗമി ഖൈറുൻ, ആ ദിനത്തെക്കുറിച്ച് രാത്രിയെക്കുറിച്ചുള്ള തർക്കം അത് ഖൈറാണ്, നല്ലതാണ്. വശഹരി ബുത്തുലുൻ, മാസത്തെക്കുറിച്ചുള്ള തർക്കം അത് ബാത്തിലാണ്, അത് അസത്യമാണ്, മിഥ്യയാണ്, അത് അസാധുവാണ്. മാസത്തിലുള്ള തർക്കം അത് പരിഗണിക്കേണ്ട തർക്കമല്ല, ശരിയല്ല. റബീഉൽ അവ്വൽ അല്ല എന്നുള്ള അഭിപ്രായം ശരിയല്ല. ലൈലത്തുൽ ഖദ്ർ റമദാനിൽ അല്ല എന്നുള്ള അഭിപ്രായം ശരിയല്ല. വലൈസ ഫിൽ ആമിൽ അംറാൻ എന്ന വർഷത്തെക്കുറിച്ചുള്ള തർക്കം അതിലുണ്ടല്ലോ തർക്കം. ആനക്കലഹ, വർഷം വന്നതിന് ശേഷമോ വരുന്നതിന് മുമ്പോ
നിങ്ങളെ തർക്കങ്ങൾ ഉണ്ട് എന്ന് നേരത്തെ നാം വിശദീകരിച്ചു. ആ വർഷത്തെക്കുറിച്ചുള്ള തർക്കം, അതിനെക്കുറിച്ച് അത് ഖൈറ് എന്നും പറയേണ്ടതില്ല, അതിനെക്കുറിച്ച് അത് വാത്തിലാണ് ഷർറാണ് ഒന്നും പറയേണ്ടതില്ല. വർഷം എന്നാലും നമുക്ക് കുഴപ്പമില്ല, കാരണം റസൂലുള്ളാഹി ജനിച്ച ആ വർഷം കഴിഞ്ഞു പോയി. ആ മാസത്തിൽ നമുക്ക് വർഷം തിരിച്ചു തരൂല. റസൂലുള്ളാഹി ജനിച്ച വർഷം തിരിച്ചു തരൂല. വർഷം ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അതായത് 2023 നമ്മളുള്ളത്. 2022 ഇനി തിരിച്ചു വരൂല. അപ്പൊ വർഷം പിന്നെ തിരിച്ചു വരൂല. മാസം അങ്ങനല്ല. മാസം റസൂലുള്ളാഹി ജനിച്ച റബീഉൽ അവ്വൽ അടുത്ത വർഷം വീണ്ടും തിരിച്ചു വരും, ദിവസവും തിരിച്ചു വരും. ഇനി ഒരു കവിതയാണ്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം റൂഹൽ വുജൂദി റസൂലല്ലാഹി അഷ്ജാനി ബുഅദുൽ വിസാലി الدمع أجفاني من نورك الخلق طورا أنت أكرمهم فللفقير سؤال مطلق العاني. അങ്ങനെ ഒരു കവിത. അതിലെന്താ പറയണേ? ആ കവിതയുടെ പ്രമേയം മുത്തുനബിയെ വിളിച്ച് പറയാണ്, നബിയെ, എത്ര കാലമായി അങ്ങയുടെ കൂടെ അടുത്തുകൂടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഉള്ളവൻ എത്രയോ അങ്ങയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു, സ്വലാത്തുകൾ ചൊല്ലുന്നു, മൗലിദുകൾ ഓതുന്നു. എന്നാണ് അവിടത്തേക്ക് അടുത്തുകൂടാൻ കഴിയുക എന്നുള്ള സങ്കടം പറയൽ, അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ കവിതയുടെ പ്രമേയം. റൂഹൽ വുജൂദി റസൂലല്ലാഹി അഷ്ജാനി ബുഅദുൽ വിസാലി ഫസഹദ്ദം അജ്ഫാനി. റൂഹൽ വുജൂദി, ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ജീവായ നബിയെ, ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവായ നബിയെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലെങ്കിൽ ഈ പ്രപഞ്ചവുമില്ല. പ്രപഞ്ചോൽപത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ നൂറ് മുഹമ്മദി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പിൻവലിച്ചാൽ പ്രപഞ്ചത്തിലെ എല്ലാ ഗണികകളും അതോടുകൂടെ അസ്തമിച്ചു കളയും. ഒരൊറ്റ വസ്തുവും, ഈ പ്രപഞ്ചത്തിലെ ഒരൊറ്റ പാർട്ടും ഇവിടെ അവശേഷിക്കില്ല. അതുകൊണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ജീവാണ്, പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ്. റൂഹൽ വുജൂദ്, ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ആത്മാവായ നബിയെ, റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലായ നബിയെ, അഷ്ജാനി, എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു നബിയെ. ബുഅദുൽ വിസാൽ, അങ്ങയിലേക്ക് എത്തിപ്പെടാനുള്ള, അങ്ങയുമായി ബന്ധം സ്ഥാപിക്കാൻ ഇനിയും ധാരാളം വൈദൂരമുണ്ടല്ലോ. അങ്ങയുമായുള്ള ബന്ധത്തിന് ഇനിയും കുറെ ദൈർഘ്യമുണ്ടല്ലോ, അകലമുണ്ടല്ലോ. ആ അകലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങയിൽ നിന്ന് അകന്നുള്ള ജീവിതം, അങ്ങുമായി ആത്മീയ ബന്ധമില്ലാത്ത ജീവിതം, ആ ജീവിതം എനിക്ക് വല്ലാതെ ദുഃഖമാകുന്നു, എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. ഫസഹദ്ദമു അജ്ഫാനി, അങ്ങനെ ഞാൻ ആലോചിക്കുമ്പോൾ ഫസഹദ്ദമു അജ്ഫാനി, എൻ്റെ
ഫസഹദ്ദമു അജ്ഫാനി എന്ന സഹദ്ദമു എന്നല്ല ഫസഹദ്ദമു അജ്ഫാനി എൻ്റെ ബാഷ്പങ്ങൾ എൻ്റെ കണ്ണുനീരുകൾ എൻ്റെ കൺപോളകളെ നനച്ചു കളഞ്ഞു. ഏറ്റവും ചെറിയ കരച്ചിലാണ് കൺപോളകൾ നനഞ്ഞു പോകുന്നത്. എൻ്റെ കണ്ണുനീര് കൺപോളകളെ നനച്ചു കളഞ്ഞു. ചിലപ്പോൾ അങ്ങനെയല്ല, ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത കരച്ചിലായി പോകും. വല്ലാതെ കരഞ്ഞു പോവണം. മിന്നൂരിക്കൽ ഖൽഖു തുറൻ അൻത അക്റമുഹും ഫലിൽ ഫഖീരി സുആലുൻ മുത്ലിക്കൽ ആനി. മിന്നൂരിക്കൽ ഖൽഖു നബിയെ, അങ്ങയെ വിളിച്ച് ഞാൻ ഈ കാര്യം പറയുന്നതിൽ ഒന്നും അത്ഭുതപ്പെടാനില്ല. അങ്ങയോടല്ലാതെ ആരോടാണ് പറയാൻ? അങ്ങക്കല്ലേ ഞാൻ പറയുന്ന പരാതിക്ക് ആ പരാതി പരിഗണിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണാൻ സൃഷ്ടികളിൽ കഴിവുള്ളവർ അങ്ങല്ലേ. മിന്നൂരിക്കൽ ഖൽഖു, അങ്ങയുടെ പ്രകാശത്തിൽ നിന്ന്, അങ്ങയുടെ നൂറ് മുഹമ്മദിയിൽ നിന്നാണല്ലോ പടപ്പുകളെല്ലാം അൽ ഖൽഖു തുറാ, പടപ്പുകളെല്ലാം ഉത്ഭവിച്ചത്, സൃഷ്ടിക്കപ്പെട്ടത് അങ്ങയുടെ മൂലകമായ നൂറ് മുഹമ്മദിയിൽ നിന്നല്ലേ. അന്താക്റമുഹും, അതുകൊണ്ട് തന്നെ അങ്ങ് സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാന്യരാണ്. അല്ലാഹുവിന് ഏറ്റവും ആദരണീയരായ സൃഷ്ടിയാണല്ലോ അങ്ങ് നബിയെ. ഫലിൽ ഫഖീരി സുആലുൻ യാ അക്റമൽ ഖൽഖി മാ ലീമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി. ഇമാം ബൂസീരി പറഞ്ഞതും അതാണ്. എൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഏറ്റവും അവകാശപ്പെട്ട വ്യക്തി അത് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നുള്ള തിരിച്ചറിവ് ഇമാം ബൂസീരിക്ക് ഉണ്ടായി. പണ്ഡിതരിൽ വലിയ പണ്ഡിതനായ ഇമാം ബൂസീരി പറഞ്ഞു, യാ അക്റമൽ ഖൽഖി, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ബഹുമാന്യരായ നബിയെ, അല്ലാഹുവിന് ഏറ്റവും ബഹുമാന്യരായ നബിയെ, മലീമൻ അലൂദു ബിഹി, എനിക്ക് ഓടി വരാൻ, എനിക്ക് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അഭയകേന്ദ്രമായ ഒരു വ്യക്തി ഇല്ല. സിവാക്ക്, അങ്ങല്ലാതെ എനിക്കൊരു അഭയകേന്ദ്രമില്ല. എനിക്ക് കംപ്ലൈന്റ് പറയാൻ എനിക്ക് പറ്റിയ ഒരു വ്യക്തിയില്ല. ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി, അങ്ങേയറ്റം എൻ്റെ ജീവിതത്തെ എല്ലാം ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നെ പിടികൂടുന്ന സന്ദർഭം ആത്മീയമായ പ്രശ്നമാണ്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും ബാധിക്കുന്ന, സമൂലമായി എൻ്റെ ജീവിതത്തെ സൈഡ് എഫക്റ്റ് ഓടുകൂടെ ബാധിക്കുന്ന എൻ്റെ പ്രശ്നം അത് ആത്മീയമായ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നമാണ് നബിയെ എനിക്ക് അങ്ങയിലേക്ക് പറയാനുള്ളത്. അതിന് അങ്ങല്ലാതെ ഞാൻ മറ്റൊരു കേന്ദ്രത്തെയും കാണുന്നില്ല എന്ന് ഇമാം ബൂസീരി പറഞ്ഞപ്പോൾ, ഇമാം ബൂസീരി മുശ്രിക്കായി പോയിട്ടുണ്ടെന്ന് മൂക്ക് കീപ്പോട്ടുള്ള ഒരു മനുഷ്യനും ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഹിജ്റ 600കളിൽ ജീവിച്ച ഇമാം ബൂസീരിയെ അക്കാലം മുതൽക്ക് ഇക്കാലം വരെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, അറിവുള്ള പണ്ഡിതന്മാർ എല്ലാവരും വലിയ മഹാനായി, വലിയ പണ്ഡിതനായി, വലിയ ബഹുമാനത്തോടു കൂടെയാണ് കാണുന്നത്. ആ ഇമാം ബൂസീരി പറഞ്ഞതുപോലെ നാം പറയുന്നത്, അന്താക്റമുഹും നബിയേ, അങ്ങ് സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാന്യരല്ലേ. ഫലിൽ ഫഖീർ, അതുകൊണ്ട്
ഈ സാധുവിന് ഉണ്ട് സുആലുൻ, ഈ സാധുവിന് ഒരു ചോദ്യമുണ്ട്, ഈ സാധുവിന് ചിലത് പറയാനുണ്ട്. മുത്തുലിക്കൽ ആനി, ബന്ദിയാക്കപ്പെട്ട തെറ്റുകളുടെ ജയിലുകളിൽ, തെറ്റിന്റെ ദോഷങ്ങളുടെ ജയിലറയിൽ ബന്ധിക്കപ്പെട്ട അടിമക്ക് ആ അടിമയെ മോചിപ്പിക്കാൻ ഒരൊറ്റ ആളായ നബിയെ അങ്ങ് മാത്രമാണ് അതിനെ സ്പെഷ്യലായി മോചിപ്പിക്കാൻ കഴിവുള്ളവര്. അതുകൊണ്ട് തെറ്റുകളുടെ ജയിലറയിൽ കിടക്കുന്ന ആനി, ബന്ദിയായ ആ ജയിലറയിൽ കിടക്കുന്ന ബന്ദിയെ മോചിപ്പിക്കുന്ന നബിയെ, അങ്ങയോടൊരു ചോദ്യമുണ്ട് എനിക്ക്, ഈ സാധുവിനൊരു ചോദ്യമുണ്ട്. فقد آتيتك أرجو منك نافلة يا أعلم الخلق تدري حاجة الواني. فقد آتيتك നബിയെ, അങ്ങയുടെ അടുത്തതാ ഞാൻ സമീപിച്ചിരിക്കുന്നു, ഞാനിതാ അങ്ങയെ സമീപിച്ചിരിക്കുന്നു. എന്താണ് ആ പറയുന്നത്? എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബിനെ സമീപിക്കൽ? മദീനയിലില്ലാത്ത മനുഷ്യന്, ഭൂമിയുടെ ഏതെങ്കിലും കോണിൽ ജീവിക്കുന്ന മനുഷ്യന് അള്ളാഹുവിന്റെ ഹബീബിനെ സമീപിക്കാൻ കഴിയുമോ? ഈ പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ചെന്നിട്ടുള്ള ചെന്ന് പറഞ്ഞ വാക്കാണോ? അല്ല. യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജൂ ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. മങ്കൂസ് മൗലിദിന്റെ അവസാനം സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു തആല അൻഹു അവര് പറഞ്ഞില്ലേ, മങ്കൂസ് മൗലിദ് പൊന്നാനിയിൽ വെച്ച് എഴുതിയതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെന്ന് മദീനയിൽ ഖബർ ഷരീഫിന്റെ റൗള ഷരീഫിന്റെ മുന്നിൽ വെച്ച് എഴുതിയതല്ല, അവിടെ വെച്ച് പാടിയതുമല്ല, മറിച്ച് പൊന്നാനിയിൽ വെച്ച് പറഞ്ഞതാണ്. യാ സയ്യിദസ് സാദാത്ത്, ഓ തങ്ങന്മാരുടെ തങ്ങളായ നബിയെ, എല്ലാ നേതാക്കളുടെയും മേധാവിയായ നബിയെ, ജിഅ്തുക ഖാസിദാ, അങ്ങയെ ലക്ഷ്യം വെച്ചിതാ ഞാൻ വന്നിരിക്കുന്നു. എന്താണ് ആ വരവ്? എന്താണ് ആ വരവ്? എന്താണ് ആ സമീപനം? എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അതുകൊണ്ടുള്ള ഉദ്ദേശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ മനസ്സുകൊണ്ട് കാണു മുഹിബ്ബേ, മനസ്സുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ നീ സങ്കൽപ്പിക്ക്. നീ അള്ളാഹിന്റെ ഹബീബിന്റെ മുമ്പിലാണെന്ന് നീ വിചാരിക്ക്, നീ മദീന മുനവ്വറയിലാണെന്ന് നീ വിചാരിക്ക്, നീ റൗള ഷരീഫിന്റെ മുഖത്താണെന്ന് വിചാരിക്ക്, നീ ഖബർ ഷരീഫിന്റെ അടുത്താണെന്ന് വിചാരിക്ക്. എന്നിട്ട് നീ സ്വലാത്ത് ചൊല്ലി, എന്നിട്ട് നീ മങ്കൂസ് മൗലിദ് ചൊല്ലി. മങ്കൂസ് മൗലിദ് അങ്ങ് ചൊല്ലി ചൊല്ലി സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അങ്ങനെ അങ്ങ് തുടങ്ങി മൗലിദ് മുത്തുനബിന്റെ മനസ്സിലിരുത്തിക്കൊണ്ട് മുത്തുനബിന്റെ മുന്നിൽ ഇരിക്കുന്നു എന്നുള്ള ഭാവനയിൽ നീ അങ്ങ് മങ്കൂസ് മൗലിദ് ചൊല്ലിയാൽ ചൊല്ലിത്തീരുന്നതിന് മുമ്പായി നീ മുത്തുനബിന്റെ മുമ്പിലാണ് ഉള്ളത്. ഹബീബ് നിന്നെ കാണുന്നുണ്ട്, ഹബീബ് നിന്നെ വീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഹബീബിന്റെ റൂഹ് വന്നിട്ടുണ്ടാവും, നിനക്കറിയാൻ ചിലപ്പോൾ കഴിയണമെന്നില്ല. ഇമാം ബൂസീരി പറഞ്ഞില്ലേ, യാ ഖൈറ മൻ യമ്മൽ അഫൂന സഹതഹു സഅയം വഫൗഖ മൂതു നിൽ ഐനു ഖിർറുസുമി. യാ ഖൈറ മൻ യമ്മൽ അഫൂന സഹതഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഔദാര്യം, അവിടുത്തെ ധർമ്മം കാംക്ഷിച്ചുകൊണ്ട്, അവിടുത്തെ ദാനം തേടിക്കൊണ്ട്,
അവിടുത്തെ ദാനാർത്ഥികളായി കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുറ്റത്ത് ചൊല്ലുന്നവരിൽ വെച്ച് ദാനം അർത്ഥിച്ചുകൊണ്ട് മുറ്റത്ത് ചൊല്ലുന്നവരിൽ വെച്ച് ഏറ്റവും അത്യുന്നതരായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബിയെ എന്ന് ഇമാം ബൂസീരി വിളിച്ചപ്പോ ആ ദാനം തേടിക്കൊണ്ടുള്ള ചൊല്ലല് എങ്ങനെയാണ്? ലോകത്തുള്ള മുഴുവൻ മലായികത്തും അംബിയാവും മുഴുവൻ ഔലിയാവും എല്ലാവരും അള്ളാന്റെ ഹബീബിന്റെ അടുത്തേക്ക് ചൊല്ലാൻ സാധിക്കുന്നവർ, ശാരീരികമായി ചൊല്ലാൻ സാധിക്കുന്നവർ അങ്ങനെ ചൊല്ലുന്നുണ്ട്. ആത്മീയമായി ചൊല്ലാൻ സാധിക്കുന്നവർ അങ്ങനെ ചൊല്ലുന്നുണ്ട്. മാനസികമായി ചൊല്ലാൻ സാധിക്കുന്നവർ അങ്ങനെ ചൊല്ലുന്നുണ്ട്. എല്ലാ മുഅ്മിനിനും മാനസികമായി അള്ളാന്റെ ഹബീബിന്റെ അടുത്തേക്ക് ചൊല്ലാൻ സാധിക്കണം. അതാണ് ഞാൻ പറഞ്ഞ മാനസികമായ സങ്കല്പം. അങ്ങനെ നാം ചൊല്ലിയാൽ അള്ളാന്റെ ഹബീബ് നമ്മളെ പരിഗണിക്കും. അതാണ് പറയുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞത് അത് തന്നെയാണ്. യാ സയ്യിദസ് സാദാത്ത് ജിഅ്തുക ഖാസിദ, അങ്ങയെ ലക്ഷ്യം വെച്ചതാ സൈനുദ്ദീൻ മഖ്ദൂം വന്നിരിക്കുന്നു, സമീപിച്ചിരിക്കുന്നു. അർജു ഹിമാക്, അങ്ങയുടെ കാവലാണ് എൻ്റെ പ്രതീക്ഷ. ഫലാ തുഖയ്യിബ് ഖിസ്വദീ, അതുകൊണ്ട് എൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റിത്തരണം. എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊന്നും നിരാശപ്പെടുത്തരുത് എന്ന് അള്ളാന്റെ ഹബീബിനോട് പൊന്നാനിയിൽ വെച്ച് മുന്നിൽ ഇരിക്കുന്നത് പോലെ വിളിച്ചു പറഞ്ഞ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു. അവരാണ് നമ്മുടെ മുൻഗാമികൾ, അവരാണ് നമ്മുടെ മശായിഖ്. നമ്മുടെ ഉസ്താദുമാരുടെ ശൃംഖല പോകുന്നത് സൈനുദ്ദീൻ മഖ്ദൂമിലേക്കാണ്. സൈനുദ്ദീൻ മഖ്ദൂമിനെ സ്പർശിച്ചുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കേരളത്തിലുള്ള ഒരുവിധം എല്ലാ പണ്ഡിതന്മാരുടെയും പരമ്പര പോകുന്നത്. ആ സൈനുദ്ദീൻ മഖ്ദൂം കാണിച്ചു കൊടുത്ത ആ ശൈലി, ആ ജീവിത ശൈലി, ആ സുന്നത്താണ് പിൻകാലത്ത് വന്ന എല്ലാ ആലിമീങ്ങളും കേരളത്തിലുള്ള എല്ലാ സുന്നികളും കൊണ്ടാടിയത്. അതാണ് മൗലിദുൽ ഹുസ്നൈനിയിലും പറയുന്നത്. മൗലിദുൽ ഹുസ്നൈനി ഇപ്പോൾ വായിച്ചു നോക്കുമ്പോൾ ചിലർക്കെല്ലാം തോന്നുന്നുണ്ടോ എന്ന് സംശയം വരുന്നു. അധികമായി പോയി ചില വാക്കുകൾ. ഫഖദ് അതൈതുക അർജു മിൻക നാഫിലതൻ, അതൊക്കെ അധികമായി പോയില്ലേ? അങ്ങനെയൊക്കെ പറയണോ? സുബ്ഹാനല്ലാഹ്, പൂർവികരുടെ സുന്നത്ത് എന്തായിരുന്നു, കേരളത്തിന്റെ സുന്നി പൈതൃകം എന്തായിരുന്നു എന്ന് മറന്നുപോയി. എത്ര പെട്ടെന്നാണ് നാം അതിനെ വിസ്മരിച്ചത്. നാം നമ്മുടെ ഉസ്താദുമാരുടെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അങ്ങോട്ട് പോകണമെന്നില്ല, നമ്മുടെ ഉസ്താദുമാരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുക, അവർ എങ്ങനെയായിരുന്നു എന്ന് ഓർക്കുക. അവരുടെയും ഉസ്താദുമാരെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല. പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അവരുടെ പരമ്പര അങ്ങനെ പോകുന്നത്. ഇമാം മഹല്ലിയിലേക്ക് പോവാ. മഹല്ലി, ജലാലുദ്ദീനുൽ മഹല്ലി, അവരതാ ബൂസീരി ഇമാമിനെ സ്പർശിക്കുന്നു. അങ്ങനെ വലിയ വലിയ മഹാന്മാരിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നുമുട്ടുന്ന മഹനീയമായ പരമ്പരയാണ് നമുക്കുള്ളത്. എന്നിട്ട് എന്തിനാണ് നാം ബൂസീരി ഇമാമിന്റെ ശൈലിയിൽ നിന്ന് പിന്തിരിയുന്നത്? വിവരമില്ലാത്ത വിഡ്ഢികളായ വിവരദോഷികളായ കുരുത്തക്കേട് വാങ്ങി വച്ചിരിക്കുന്ന ബിദ്അത്തുകാര്, ആ ബിദ്അത്തുകാരെ പേടിച്ചുകൊണ്ടോ അവരുടെ ദുർവ്യാഖ്യാനങ്ങളിൽ പെട്ടുപോയത് കൊണ്ടോ എന്തിനാണ് നമ്മുടെ സുന്നി പൈതൃകത്തെ നാം മാറ്റിവെക്കുന്നു? മൗലിദുൽ ഹുസ്നൈനിയെ കുറിച്ച് ഒരിക്കലും നിങ്ങൾക്ക് സംശയമുണ്ടാവേണ്ടതില്ല. ഫഖദ് അതൈതുക അർജു മിൻക നാഫിലതൻ, നബിയേ ഞാനിതാ അങ്ങയെ സമീപിച്ചിരിക്കുന്നു. അർജു മിൻക നാഫില, അങ്ങയുടെ ഔദാര്യം തേടിക്കൊണ്ട്, അങ്ങയുടെ ഔദാര്യം കാംക്ഷിച്ചുകൊണ്ട്. നാഫിലത്ത് എന്ന് പറഞ്ഞാൽ ഔദാര്യം.
അങ്ങയുടെ ദാനം തേടിക്കൊണ്ടിതാ വന്നിരിക്കുന്നു. യാ അഅലമൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അറിവുള്ള നബിയേ. എന്തിനാ അങ്ങനെ വിളിക്കണത്? എൻ്റെ മനസ്സിൽ എന്താ ഉള്ളത് അങ്ങക്ക് അറിയാം. ഞാൻ വ്യക്തമായി തുറന്നങ്ങ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഞാൻ വഷളായി പറയേണ്ട ആവശ്യമില്ല. കുറച്ച് പറഞ്ഞാൽ മതിയല്ലോ. എന്നെക്കുറിച്ച് അറിയാമല്ലോ, എൻ്റെ മനസ്സിലുള്ളത് അറിയാമല്ലോ, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും അറിയാമല്ലോ. യാ അഅലമൽ ഖൽഖി, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അറിവുള്ള നബിയെ. റസൂലുള്ളാഹിന്റെ അറിവിനെ കുറിച്ച് പഠിക്കണം. അറിവിനെ കുറിച്ച് പഠിക്കാതെ ഞാൻ പഠിച്ചതെല്ലാം പൂർണ്ണമായിട്ടുണ്ട്, എൻ്റെ അറിവിനേക്കാൾ ഇനി മറ്റൊരു അറിവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചില ആളുകൾ, വിദ്വാൻമാർ, യാ അഅലമൽ ഖൽഖി, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വിവരമുള്ളവരെ എന്നൊക്കെ വിളിക്കുമ്പോ അതിലും സംശയിക്കും, എന്താ ഇവൻ പറയുന്നത്? യാ അഅലമൽ ഖൽഖി. റസൂലുള്ളാഹിക്ക് അറിവില്ലാത്തൊരു കാര്യം ആർക്കറിവുണ്ട്? അല്ലാഹുക്കല്ലാതെ. അല്ലാഹുക്ക് അറിവുള്ളതെല്ലാം റസൂലുള്ളാഹിക്ക് അറിഞ്ഞോളുന്നില്ല. അതേ സമയത്ത് റസൂലുള്ളാഹിക്ക് അറിവില്ലാത്തൊരു കാര്യം നിനക്കറിയോ? ആദം നബിക്ക് അറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയുമോ? ഇല്ല എന്നതാണ് സത്യം. അപ്പൊ പല ഹദീസുകളും ആയത്തുകളൊക്കെ സംശയം ഉണ്ടാവും. അതിന് മൗലിദുൽ ഹുസ്നൈനിയുടെ രചയിതാവ് ഉത്തരവാദിയല്ല. നീ വായിക്കാത്തതിന്, നീ പഠിക്കാത്തതിന് അത് പഠിച്ച ഒരു വ്യക്തി ഉത്തരവാദിയല്ല. യാ അഅലമൽ ഖൽഖി, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അറിവുള്ള നബിയെ എന്ന് പറയുമ്പോൾ നിനക്ക് എന്ത്, ഏത് ഹദീസാണ് നിങ്ങൾക്ക് സംശയമുള്ളത്? ഏത് ആയത്താണ് നിങ്ങൾക്ക് സംശയമുള്ളത്? അതിനെക്കുറിച്ച് പഠിക്കൂ. പഠിച്ചിട്ട് പിടുത്തം വരുന്നില്ലെങ്കിൽ മൗലിദുൽ ഹുസ്നൈനിയുടെ അത് എഴുതിയ സാധുവിനോട് ചോദിക്കൂ. ഒരു ചെലവും വേണ്ട, വിശദമായി ബോധ്യപ്പെടുന്നത് വരെ സവിസ്തരം പറഞ്ഞു തരും, ആധികാരികമായി പറഞ്ഞു തരും. അല്പം താഴ്മ ആവശ്യം വരും, അതതിൻ്റെ സ്വഭാവത്തിൽ പെട്ടതാണല്ലോ. യാ അഅലമൽ ഖൽഖി, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ഏറ്റവും അറിവുള്ള നബിയെ. തെദിരീ, അങ്ങക്ക് അറിയാമല്ലോ നബിയെ. ഹാജത്തുൽ വാനി, ഈ ബലഹീനന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നബിയേ. വാനി എന്ന് പറഞ്ഞാല് ബലഹീനൻ. എന്ത് ബലഹീനത? ആത്മീയമായ ബലഹീനതയുള്ളവൻ, ആത്മീയമായ ഒരു പുരോഗതിയുമില്ലാതെ കടന്ന് കുഴങ്ങുന്ന, ബുദ്ധിമുട്ടുന്ന ഈ വാനി, ബലഹീനൻ, ഇവന്റെ ആവശ്യം എന്താണെന്ന് നബിയെ അങ്ങക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് അങ്ങയെ ഞാൻ സമീപിച്ചത്. കമബ്തഗിൽ വസ്ല വൽ ഇദ്നാഅ മിൻക അലാ ബുഅദിൽ അമാകിനി ഫീ സിർരിൻ വഇഅലാനി വകം അഖൂലു യകാദുൽ വസ്ലു യഫ്ജഉനി متى انتهاء يكاد شافع الجاني فقير علم وأموال وطاعته فقير حال وأنت الكامل الغالي والباب باب كريم عم منحته كل البرية أغنى الخلق لا ثاني فالحب والقرب أرجو منك ثم خيورنا لها كامل يا فوز حساني وأن تحيل الخطايا كلها حسنات إنما الكيمياء منك سلطاني ما كان جودك
مخصوصا بشعبك بالعرب كم ناله القاصي كما الداني فقل قابلتك يا خطاء يا كسل ولا أبالي أنا الإكسير والهاني كم أبتغي الوصل നബിയേ ഞാൻ എത്രയാണ് തേടുന്നത് ആവശ്യപ്പെടുന്നത് അൽ വസ്ല അങ്ങയോടൊരു ബന്ധം വേണമെന്ന് അങ്ങയോട് എൻ്റെ കൽബിനിക്കൊരു ബന്ധം വേണമെന്ന് അങ്ങയോട് എൻ്റെ റൂഹിനിക്ക് ആത്മാവിനിക്കൊരു ബന്ധം വേണമെന്ന് ഞാൻ എത്രയാണ് കാംക്ഷിക്കുന്നത് ഞാൻ എത്രയാണ് തേടുന്നത് ഞാൻ എത്രയാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വൽ ഇദ്ന അമിൻക അങ്ങയോട് എന്നെ അടുപ്പിക്കപ്പെടണം അങ്ങയോട് എന്നെ മാനസികമായി എന്നെ ശാരീരികമായി എന്നെ ആത്മീയമായി അടുപ്പിക്കപ്പെടണമെന്ന് ഞാൻ എത്രയാണ് ആഗ്രഹിക്കുന്നത് എത്രയാണ് പ്രാർത്ഥിക്കുന്നത് കാംക്ഷിക്കുന്നത് തേടുന്നത് അലാ ബുഅദിൽ അമാകിനി എന്റെയും മദീനയുടെയും ഇടയിൽ എത്രയോ കിലോമീറ്റർ അകലമുണ്ട് അലാ ബുഅദിൽ അമാകിനി ആ സ്ഥലവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫുള്ള മദീനയുടെയും എൻ്റെ നാടിൻ്റെയും ഇടയിൽ ധാരാളം കിലോമീറ്ററുകളുടെ വിദൂരതയുണ്ട് എന്ന അറിവോടുകൂടെ തന്നെ നബിയെ അങ്ങയോട് എനിക്കൊരു അടുപ്പം വേണം എന്ന് ഞാൻ എത്രയാണ് ആവശ്യപ്പെടുന്നത് തേടുന്നത് പ്രാർത്ഥിക്കുന്നത് ഫീ സിർരിൻ ബിഇലാനി ആ പ്രാർത്ഥന എൻ്റെ രഹസ്യ പ്രാർത്ഥനകളിലുമുണ്ട് എൻ്റെ പരസ്യ പ്രാർത്ഥനകളിലുമുണ്ട് എന്നിട്ട് പ്രാർത്ഥിച്ച് എത്രയോ ദുആ ചെയ്ത് വാക്കുകളെ കൊണ്ടുള്ള പ്രാർത്ഥന മാത്രമല്ല എൻ്റെ പ്രവർത്തനങ്ങളിലൂടെയുള്ള പ്രാർത്ഥനയും അള്ളാഹിൻ്റെ ഹബീബിനെ കുറിച്ച് ഞാൻ കവിത എഴുതുന്നു അള്ളാഹിൻ്റെ ഹബീബിനെ കുറിച്ച് മദ്ഹുകൾ എഴുതുന്നു അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് സ്വലാത്തുകൾ എഴുതുന്നു അപ്പോഴൊക്കെ ഉള്ള ഏക ലക്ഷ്യം അള്ളാഹിൻ്റെ ഹബീബിനോട് എനിക്ക് അടുപ്പം വേണമെന്നാണ് സൃഷ്ടികളോട് അടുപ്പം വേണമെന്നല്ല അള്ളാഹിൻ്റെ ഹബീബല്ലാത്ത എൻ്റെ കവിത കാണുന്ന എൻ്റെ ലേഖനം കാണുന്ന എൻ്റെ സ്വലാത്ത് കാണുന്ന കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തിയോട് എനിക്ക് അടുപ്പം വേണമെന്നല്ല എൻ്റെ ലക്ഷ്യം എത്രയോ സഹോദരന്മാര് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കവിത എഴുതുന്നവരുണ്ട് കവിത എഴുതിയ ഉടൻ ഇബ്ലീസ് തോന്നിപ്പിച്ച് കളയും ഇത് ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കണമെന്ന് അങ്ങനെ ആ ദുർലക്ഷ്യത്തോടുകൂടെ നാം ചെയ്തു വെച്ച അള്ളാഹുവിൻ്റെ ഹബീബിനോട് അടുപ്പം കിട്ടാൻ വേണ്ടി നിർവഹിച്ച രഹസ്യമായി വെക്കേണ്ട ആ ആരാധന ദുർലക്ഷ്യത്തോടുകൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്താൽ അത് നിഷ്ഫലമായി പോകുന്നു അള്ളാഹുവിൻ്റെ ഹബീബിൽ നിന്ന് അകലാൻ കാരണമാകുന്നു അള്ളാഹുവിൻ്റെ ഹബീബിനോട് അടുക്കാൻ ഉണ്ടാക്കിയ കവിത ഉണ്ടാക്കിയ സ്വലാത്ത് ഉണ്ടാക്കിയ മൗലിദ് അള്ളാഹുവിൻ്റെ ഹബീബുമായി അകലാൻ കാരണമാകുന്നു അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കണം വകം അഖൂലു പ്രവർത്തനത്തിലൂടെയുമുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനോട് അടുക്കാനുള്ള പ്രാർത്ഥന എന്നാണ് ഞാൻ പറഞ്ഞത് കവിത എഴുതുന്നത് സ്വലാത്ത് എഴുതുന്നത് മദ്ഹ് എഴുതുന്നത് മൗലിദ് എഴുതുന്നത് മൗലിദ് ചൊല്ലുന്നത് ബുർദ ഓതുന്നത് മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യുന്നത് അതൊക്കെ അള്ളാഹിൻ്റെ ഹബീബിനോട് അടുക്കാനുള്ള പ്രാർത്ഥനയാണ് പ്രവർത്തനത്തിലൂടെയുള്ള പ്രാർത്ഥനയാണ് മുഅ്മിനിന്റെ എല്ലാ പ്രവർത്തനവും പ്രാർത്ഥനയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഭാഷണം അദ്ദുആഉ മുഖുൽ ഇബാദ ആരാധനയാകുന്നത് ആരാധന ഞെണുവുള്ള ആരാധനയാവണോ ആ ആരാധന സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥന അടങ്ങുന്ന ആരാധനയായിരിക്കണം
ലക്ഷ്യമുള്ള ആരാധനയായിരിക്കണം. ഏതൊരു ആരാധനയുണ്ടോ, നിസ്കാരമാവട്ടെ, മൗലിദ് പാരായണമാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, എന്താവട്ടെ, ആ ആരാധനയാവണമെങ്കിൽ അതിൻ്റെ ഞണു ഇത് സ്വീകരിക്കണേ, ഇത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതായിരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഞാൻ എത്രയാണ് പറയുന്നത് നബിയെ, യകാദുൽ, ഞാൻ സമാധാനിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ച് ദിനരാത്രങ്ങളെ ഞാൻ കഴിച്ചു കൂട്ടുമ്പോൾ അള്ളാഹിന്റെ ഹബീബുമായി എനിക്ക് ബന്ധം വരുന്നില്ല. അള്ളാഹിന്റെ ഹബീബിനെ ഞാൻ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല. അള്ളാഹിന്റെ ഹബീബുമായി എനിക്ക് യാതൊരു ബന്ധവും കിട്ടുന്നില്ല. അവസാനം ഞാൻ സമാധാനിക്കുന്നു. യകാദുൽ വസുലു യഫ്ജഉനി, ഏതെങ്കിലും ഒരു ദിനരാത്രങ്ങളിൽ അള്ളാഹിന്റെ ഹബീബ് പെട്ടെന്നായി എന്നോട് ബന്ധപ്പെടും. അള്ളാഹിന്റെ ഹബീബുമായി എനിക്ക് ഒരു ചെറിയ ബന്ധം ഏതെങ്കിലും ദിനരാത്രങ്ങളിൽ ഉണ്ടായേക്കാം. ആ ഉണ്ടാവൽ അടുത്തു തന്നെ ഉണ്ടാവും എന്നുള്ള സമാധാനത്തില് ഞാൻ സമാധാനിക്കുന്നു. യകാദുൽ വസ്ലു യഫ്ജഉനി, യകാദു അടുത്തു തന്നെ ഉണ്ടാവും. യകാദുൽ വസ്ലു യഫ്ജഉനി, അള്ളാഹിന്റെ ഹബീബുമായുള്ള ബന്ധം എനിക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടായേക്കും എന്നുള്ള പ്രതീക്ഷ. പക്ഷേ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടും അങ്ങനെ അടുത്തുണ്ടാവും എന്ന് ഞാൻ കുറേയായി പറഞ്ഞു വരുന്നു. മതന്തിഹാഉ യകാദു, എൻ്റെ ഈ യകാദു പറയൽ എന്നാണ് അവസാനിക്കുക നബിയെ. മതന്തിഹാഉ യകാദു, അടുത്തു തന്നെ അങ്ങയുമായുള്ള ബന്ധമുണ്ടായേക്കാം എന്നുള്ള ആ വാക്ക് എന്നാണ് എനിക്ക് നിർത്താൻ സാധിക്കുക. ഷാഫി അൽ ജാനി, ദോഷികൾക്ക് ശിപാർശ ചെയ്യുന്ന നബിയെ, ദോഷികൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന നബിയെ, കുറ്റവാളികൾക്ക് ശുപാർശ ചെയ്യാനുള്ള നബിയെ, ഫഖീറു ഇൽമിൻ വ അംവാലിൻ വ ത്വഅതിഹി ഫഖീറു ഹാലിൻ വ അൻതൽ കാമിലുൽ ഗനി. എന്നാൽ അങ്ങയോട് പറയാനുള്ളത്, ഞാൻ ഈ ഉള്ളവൻ അങ്ങയുമായി ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ആ വ്യക്തി സാമ്പത്തികമായി ധന്യതയുള്ള ആളായിരിക്കണം. സാമ്പത്തികമായി ശേഷിയുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ള ഇബാദത്തുകളൊക്കെ കുറവാണെങ്കിലും അങ്ങക്ക് തൃപ്തിയുള്ള നല്ല കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് അങ്ങ് ചെലവാക്കിയാൽ പെടുന്നതിന് അങ്ങയുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ എത്രയോ ആളുകളുണ്ട്. അല്ലെങ്കിൽ നല്ല അറിവുള്ള ഇൽമുള്ള ആളുകളാണെങ്കിൽ അവര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തിനെ കുറിച്ചുള്ള ആ അറിവ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് ലോകത്താകെ പരത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സമീപിച്ച് എത്രയോ ആലിമീങ്ങളുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വലിയ മുഹദ്ദിസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച് അത് ലോകത്താകെ പ്രചരിപ്പിച്ച ആളാണ്. ആ മഹാനവർകള് അങ്ങനെ ഇൽമു കൊണ്ട് ഇൽമിന്റെ നിറകുടമായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി 911 അവർ വഫാത്തായത്. ഹിജ്റ 1-ാം വർഷം ജീവിച്ചവരല്ല, ഹിജ്റ 300കളിൽ വന്നവരുമല്ല. ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ വന്നവരാണ്, 911 വഫാത്തായവരാണ്. ആ ഇമാം സുയൂത്തി അള്ളാഹിന്റെ ഹബീബിന് ഇഷ്ടമുള്ള രൂപത്തിൽ ഇൽമങ്ങ് പ്രചരിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന് വലിയ ഇഷ്ടമായി. അള്ളാഹിന്റെ ഹബീബ് ബന്ധം കൊടുത്തില്ലേ. അള്ളാഹിന്റെ ഹബീബിന് എത്ര പ്രാവശ്യമാണ് സ്വപ്നത്തിൽ കണ്ടത് ഇമാം സുയൂത്തി. സ്വപ്നം മാത്രമല്ല, മൻ റആനി ഫിൽ മനാം, എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ ഫസയറാനി യഖളതൻ, അവൻ എന്നെ ഉണർവിയിൽ തന്നെ കാണുന്നതാണ്. ആഖിറത്തിൽ കാണുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഫസയറാനി, എന്നെ അടുത്ത് തന്നെ അവൻ കാണും, ദുനിയാവിൽ വെച്ച് തന്നെ കാണും എന്ന അതിന്റെ അർത്ഥം. അള്ളാഹിന്റെ ഹബീബിനെ ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടാൽ
അള്ളാഹിന്റെ ഹബീബിനോട് എത്രത്തോളം ബന്ധമുണ്ടോ, സന്തോഷമുണ്ടോ, പരസ്പരം സന്തോഷം എത്രത്തോളം ബന്ധപ്പെടുന്നോ, പങ്കിടുന്നോ, അത്രത്തോളം അള്ളാഹിന്റെ ഹബീബുമായി അടുപ്പം കൂടും. അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അള്ളാഹിന്റെ ഹബീബിനെ ഉണർവിയിൽ കാണാനും സാധിക്കും. അതില്ലെങ്കിൽ സ്വപ്നത്തിൽ ഒരിക്കൽ കണ്ട മനുഷ്യന് അദ്ദേഹം സാധാരണക്കാരനാണെങ്കിൽ മരിക്കുന്ന സന്ദർഭത്തിലെങ്കിലും അദ്ദേഹത്തെ ഉണർവിയിൽ കണ്ട്, അദ്ദേഹം റസൂലുള്ളാഹിയെ ഉണർവിയിൽ കണ്ട് മാത്രമേ മരിക്കൂ. അങ്ങനെയാണ് ആലിമീങ്ങൾ, ഇമാമികൾ വിശദീകരിച്ചത്. എന്നാൽ ആ വിഷയം പറഞ്ഞെടുത്ത് ഒറ്റപ്പെട്ട അഭിപ്രായമുണ്ട്. അത് ആഖിറത്തിൽ കാണുന്ന അതിൻ്റെ വിവക്ഷ, ദുനിയാവിൽ കാണുന്നല്ല. അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്തു കൊടുന്ന് അത് വിശ്വസിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ആളുകളും ദുനിയാവിലുണ്ട്. എന്തിനാ അങ്ങനെ പറയുന്നത്? ഇമാം സുയൂത്തി അതിനെതിരിൽ സംസാരിച്ചു. ഇമാം സുയൂത്തിയുടെ കാലത്ത് ജീവിച്ചിരിപ്പുള്ള ചില പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരുടെ വിചാരം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലും ഉണർവിയിൽ കാണാൻ സാധ്യമല്ല എന്നായിരുന്നു. നിങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ ഫസയറാനി യഖലതൻ, അതിന്റെ വിശദീകരണങ്ങൾ എഴുതിയ മഹാന്മാർ, ശാരിഹിങ്ങൾ, വ്യാഖ്യാതാക്കൾ എഴുതി വച്ചിട്ടുണ്ട്. സലഫു സ്വാലിഹീങ്ങളിൽ, താബിഈങ്ങളിൽപ്പെട്ട മഹാന്മാർ അള്ളാഹിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അധികം വൈകാതെ തന്നെ അവർ അള്ളാഹിന്റെ ഹബീബിനെ ഉണർവിയിൽ കണ്ടു എന്ന് മാത്രമല്ല, അവർക്ക് സംശയമുണ്ടായിരുന്ന പല കാര്യങ്ങളും അള്ളാഹിന്റെ ഹബീബിനോട് അവർ ഉണർവിയിൽ കണ്ട് സംശയം തീർത്തു എന്ന് എഴുതി വെച്ചതായി കാണാം. ഇമാം സുയൂത്തിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ചില ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, അവർ ജൽപ്പിച്ചു ഹബീബിനെ ഒരിക്കലും സ്വപ്നത്തിൽ കാണാൻ കഴിയൂല. അവരാണ് പറഞ്ഞു വെച്ചത് ആ ഹദീസിന്റെ വിവക്ഷ, എന്നെ സ്വപ്നത്തിൽ കണ്ടവർ ഉണർവിയിൽ കാണുമെന്ന് പറഞ്ഞതിന്റെ വിവക്ഷ ആഖിറത്തിൽ കാണുമെന്നാണ്. അപ്പോൾ ഇമാം സുയൂത്തി അതിനെതിരിൽ ഒരു പുസ്തകം എഴുതി. അതിന്റെ പേരാണ് തൻവീറുൽ ഹലക് ഫീ റുഅയത്തിൻ നബിയ്യി വൽ മലക്. ചില ആളുകളുടെ മനസ്സിലുള്ള ഇരുളുണ്ട്, ചില ആളുകളുടെ മെന്റാലിറ്റിയിൽ ഇരുള് നിറഞ്ഞിരിക്കുന്നു. ആ ഇരുള് നീക്കാൻ തൻവീറുൽ ഹലക്, എല്ലാ ഇരുളും ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഫീ റുഅയത്തിൻ നബിയ്യി വൽ മലക്, നബിയെയും മലക്കിനെയും ഇപ്പോഴും ഉണർവിയിൽ കാണാൻ സാധിക്കും എന്ന് സമർത്ഥിച്ചുകൊണ്ടൊരു കിതാബ് എഴുതി. ആ ഇമാം സുയൂത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇൽമു കൊണ്ട് അടുത്തപ്പോൾ, ഇൽമു കൊണ്ട് തൃപ്തിപ്പെടുത്തിയപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. മാത്രല്ല ഉണർവിയിൽ ഷദറാത്തു ദഹബ് ഫീ അഖ്ബാരി മൻ ദഹബ് എന്ന് പറഞ്ഞ ഇബ്നു ഇമാദ് അൽ ഹംബലി റഹിമഹുല്ലയുടെ കിതാബാണ് ഷദറാത്തു ദഹബ്. അക്കിതാബിൽ ഇമാം സുയൂത്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇമാം സുയൂത്തിയുടെ ശിഷ്യനെ ചോദിച്ചു, ഖാദിമ് ചോദിച്ചു, അല്ല ഉസ്താദെ, അങ്ങ് എത്ര പ്രാവശ്യമാണ് അള്ളാഹിന്റെ ഹബീബിനെ ഉണർവിയിൽ കണ്ടത്? ഇമാം സുയൂത്തി പറഞ്ഞു, അക്സറ മിൻ 70 മറ, 70-ൽ കൂടുതൽ പ്രാവശ്യം ഞാൻ ഉണർവിയിൽ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. കണ്ടാണ് നിങ്ങൾ? അപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഖുർആനിലുണ്ടോ റസൂലുള്ളാഹിനെ ഉണർവിയിൽ കാണുന്നു? എനിക്ക് വേറെ അസുഖമാണ്. ഹദീസിൽ തന്നെ വ്യക്തമായി വന്നിട്ടുണ്ടോ ഫസയറാനി ഫിൽ യഖലതി, ഉണർവിയിൽ എന്നെ കാണും? എൻ്റെ ചോദ്യത്തിന് ഇപ്പോൾ തൽക്കാലം മറുപടി പറയാൻ സമയമല്ല, അതുകൊണ്ട് മറുപടി അർഹിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചോ, അല്ലെങ്കിൽ നീ വിശ്വസിക്കണ്ട. ഫഖീറു ഇൽമിൻ, അങ്ങയുമായി ബന്ധമുണ്ടാവാനൊന്നുകിൽ ഇൽമു കൊണ്ട് സേവനം ചെയ്ത് അങ്ങയുടെ തൃപ്തി, പൊരുത്തം കരസ്ഥമാക്കാൻ സാധിക്കണം. അതെനിക്ക് സാധിക്കില്ല, കാരണം ഞാൻ ഫഖീറു ഇൽമിൻ, ഇൽമു കൊണ്ട് ഫഖീറാണ്, ഇൽമില്ലാത്ത തുലയനാണ്. അംവാലിൻ, സാമ്പത്തികമായും അങ്ങയെ തൃപ്തിപ്പെടുത്താൻ കഴിയൂല, സാമ്പത്തികമായും ഞാൻ സാധുവാണ്. വത്വഅതിഹി, മൂന്നാമത്തെ ഒരു ധന്യത, അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന ഇബാദത്തുകൾ, ത്വാഅത്തുകൾ പെരുപ്പിക്കുക.
ആ ധന്യതയുള്ള വ്യക്തികളും അള്ളാഹിന്റെ ഹബീബുമായി അടുക്കാൻ, അള്ളാഹുവും അള്ളാഹിന്റെ ഹബീബുമായി ബന്ധമുണ്ടാവാൻ സാധിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോഴും എനിക്ക് ത്വാഅത്ത് കൊണ്ടും തുലയനാണ്. ഫഖീറു ഹാലിൻ, മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ ഔലിയാ അവർക്ക് ഹാലുണ്ടാവും. അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ചതിന് അവർക്കുണ്ടാകുന്ന ചില പ്രത്യേക അവസ്ഥകൾ, ആ അവസ്ഥ ചിലപ്പോൾ അള്ളാഹിൻ്റെ ഹബീബിന് ഇഷ്ടമാകുമ്പോൾ ആ അവസ്ഥയിൽ അവർ നിൽക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ ഹബീബ് ഉണർവിയിൽ തന്നെ വരുന്ന ആളുകളുണ്ട്. അള്ളാഹിൻ്റെ ഔലിയായിലുണ്ടാകുന്ന അവസ്ഥയാണ്. പക്ഷെ അതൊന്നും സങ്കല്പിക്കാൻ കഴിയാത്തവനാണ് ഞാൻ. ഫഖീറു ഹാലിൻ, അങ്ങനെ സ്വാലിഹീങ്ങൾക്ക് ഔലിയാക്കൾക്കുണ്ടാകുന്ന ഹാല് അവസ്ഥ, അതുകൊണ്ടും ഞാൻ തുലയനാണ്. ഏത് നിലക്ക് ആലോചിക്കുമ്പോഴും ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടവനല്ല, ഞാൻ തുലയനാണ്. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. വഅൻതൽ കാമിലുൽ ഗനീ, അങ്ങ് സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ധനികനായ സമ്പൂർണനല്ലേ. വഅൻതൽ കാമിലു, അങ്ങ് സമ്പൂർണരാണ്. അൽ ഗനീ, അങ്ങ് ധനികരുമാണല്ലോ നബിയേ. അതുകൊണ്ട് പിന്നെ എനിക്ക് ധന്യതയില്ലാത്തതിൽ എനിക്ക് ബേജാറാവേണ്ട ആവശ്യമില്ല. അങ്ങ് തന്നാൽ എല്ലാം ഉണ്ടാകുമല്ലോ. അങ്ങ് എനിക്ക് ആവശ്യമായതെല്ലാം തരണേ. അപ്പൊ എന്താ ഈ പറഞ്ഞത്? നമ്മൾ നിർത്തുകയാണ്, കുറച്ചധികമായി പോയി. എന്താണ് നാം പറഞ്ഞത്? അള്ളാഹിന്റെ ഹബീബുമായി അടുക്കാനും ബന്ധമുണ്ടാവാനാണല്ലോ ചങ്ങായി പറയുന്നത്. ഈ വരികളിൽ, കവിതകളിൽ പറഞ്ഞത്. അവിടെ വേറെ ഒരു സംശയം ഒരു രോഗമാണ്, അതിന് മരുന്നുണ്ട്. എല്ലാ സംശയങ്ങളും രോഗമാണ്. അവിടെ ഒരു സംശയം, അള്ളാഹുമായിട്ട് ബന്ധമുണ്ടാവാന്, അള്ളാഹുമായി അടുപ്പുണ്ടാവാന് അതല്ലേ പ്രാർത്ഥിക്കേണ്ടത്, അതല്ലേ തേടേണ്ടത്, അവിടെയല്ലേ കവിത വരേണ്ടത്? അതെ, അതുതന്നെയാണ് ഈ പറയുന്നത്. അള്ളാഹുമായി അടുപ്പമുണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ ബാബാണ്, അള്ളാഹുവിലേക്കുള്ള ഗേറ്റാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എടോ, ആ ഗേറ്റുമായി നിനക്ക് ബന്ധമില്ലാതെ, അങ്ങോട്ട് നിന്നെ അടുപ്പിക്കപ്പെടാതെ നിന്നെ അള്ളാഹു എങ്ങനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും? അതുകൊണ്ട് അള്ളാഹുമായി നിനക്ക് ബന്ധം വേണം, അള്ളാഹുവിൻ്റെ ഹബീബുമായും ബന്ധം വേണം. അള്ളാഹുമായുള്ള ബന്ധം വേണമെന്ന ലക്ഷ്യത്തിൽ നിന്നാണ് അള്ളാഹിന്റെ ഹബീബുമായി ബന്ധം വേണമെന്നുള്ള നിർബന്ധം ഉദിക്കുന്നത്. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.